വലിയൊരു ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിൽ UDF അധികാരത്തിലേക്ക് കയറി. എന്നാൽ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിൽ ഘടകകക്ഷികളെ വിളിച്ചുകൂട്ടി MLA-മാരുടെ പിന്തുണ തേടി അതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു വശത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ പാർട്ടി നേതാക്കൾ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ചില അണികളാകട്ടെ അവരുടെ നേതാക്കന്മാരുടെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അവർ മുഖ്യമന്ത്രിയായി വരണമെന്ന് പറഞ്ഞുകൊണ്ട് അനുകൂലിക്കുന്ന പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും ഒക്കെ പലയിടങ്ങളിലും സ്ഥാപിക്കുകയാണ്. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അണികൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഒക്കെ സ്ഥാപിക്കുമ്പോൾ മറുവശത്ത് ശ്രീ രമേശ് ചെന്നിത്തലയുടെ അണികൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി വരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒട്ടുമിക്ക കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് അനുകൂലികളുമൊക്കെ VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഉദാഹരണത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം, എന്താണ് അതിൽ നിങ്ങളുടെ അഭിപ്രായമെന്ന് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ കമൻറ്റ് ബോക്സിൽ ഏറ്റവും അധികം വരുന്ന ഒരു പേര് അത് ശ്രീ VD സതീശൻ എന്നായിരിക്കും. അത്രമേൽ VD സതീശന് പിന്തുണയുണ്ട് എന്നുള്ളത് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ VD സതീശന് വേണ്ടി കേരളത്തിലെ പല ഭാഗങ്ങളിലും അദ്ദേഹത്തിന് അനുകൂലമായി കൊണ്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ പോലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൊരു നേതാവിൻ്റെയോ ഒരു ഗ്രൂപ്പിൻ്റെയോ ആളാകാതെ നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ യോഗ്യനായ ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശൻ തന്നെയായിരിക്കും. കാരണം UDFൻ്റെ ഈ വിജയത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവായ ശ്രീ VD സതീശന് വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങൾ കണ്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം പ്രശംസിക്കുകയുണ്ടായി. നിയമസഭയിൽ പലപ്പോഴായി അദ്ദേഹം നടത്തിയ പല പ്രഭാഷണങ്ങളും വളരെയധികം ശ്രദ്ധേയമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ VD സതീശൻ. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെയധികം മികച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് UDF വലിയൊരു മികച്ച വിജയം കരസ്ഥമാക്കി അധികാരത്തിലേക്ക് കയറിയപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്ന ഒരു പ്രവണത അതിനോടൊരിക്കലും യോജിക്കാൻ കഴിയില്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ശ്രീ VD സതീശൻ പരസ്യമായി ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുകയുണ്ടായി. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇതുപോലെ ആർജവമുള്ള, ഇത്രയധികം നിലപാടുള്ള, ധൈര്യമുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. മാത്രമല്ല, അദ്ദേഹം UDFന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം അത് കൃത്യമായി അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്തു. 100-ലധികം സീറ്റുമായി UDF അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ 101 സീറ്റോടുകൂടി UDF അധികാരത്തിലേക്ക് കയറുകയാണ്. അതുമാത്രമല്ല, UDF എങ്ങാനും തോറ്റുകഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. അതും കഴിഞ്ഞില്ല. UDF തോറ്റാൽ താൻ തൻ്റെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും അവസാനിപ്പിച്ച് രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പോലും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഒരു തിരഞ്ഞെടുപ്പിൽ UDF എങ്ങാനും തോറ്റിരുന്നുവെങ്കിൽ, ഇനി അതും പോട്ടെ, കിട്ടേണ്ട UDFൻ്റെ സീറ്റുകളുടെ എണ്ണം 100-ന് താഴെ പോയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ? സ്വന്തം പാർട്ടിയിലുള്ളവർ പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമായിരുന്നു. എല്ലാം നിങ്ങളുടെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കുറ്റവും തെറ്റും അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുമായിരുന്നു. പക്ഷേ UDF അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും യോഗ്യനായ ആ മനുഷ്യനെ ഒഴിവാക്കുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. വളരെയധികം മോശമായ ഒരു പ്രവർത്തനമാണിത്. ഇത് ആ പാവം മനുഷ്യനോട് ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ചാണക്യനാണ് VD സതീശൻ എന്ന് പറഞ്ഞു വയ്ക്കാം. 2021-ൽ UDF തകർന്ന് തരിപ്പണമായി നിന്ന കാലം തുടർച്ചയായ 2ാം തവണയും LDF അധികാരത്തിലേക്ക് വന്നപ്പോൾ അന്ന് പലരും പറഞ്ഞു ഇനി കോൺഗ്രസ് തിരിച്ചു വരില്ല എന്ന്. അവിടെ നിന്നാണ് VD സതീശൻ എന്ന നേതാവ് പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്നത്. വെറുമൊരു MLA എന്നതിലുപരി കൃത്യമായ പ്ലാനിങ്ങിലൂടെ അണികളെ അദ്ദേഹം ആവേശഭരിതനാക്കി. അങ്ങനെ 2026-ൽ UDFനെ 102 സീറ്റുകളിൽ എത്തിച്ച് ശ്രീ VD സതീശൻ അദ്ദേഹത്തിൻ്റെ മാജിക് കാണിച്ചു. തളർന്നിരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ഉണർത്താൻ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം UDF 100 സീറ്റുകൾ നേടും, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം വിടുമെന്ന വെല്ലുവിളി. ഇത് വെറുമൊരു വാക്കല്ലായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം നേരിട്ടിറങ്ങി പ്രവർത്തിച്ചു. തൃക്കാക്കര, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയങ്ങൾ VD സതീശൻ എന്ന തന്ത്രശാലിയുടെ ആദ്യ വിജയങ്ങളായിരുന്നു. ഇത് പ്രവർത്തകർക്ക് നമുക്ക് ജയിക്കാമെന്ന ആത്മവിശ്വാസം നൽകി.
കഴിഞ്ഞ 5 വർഷം നിയമസഭയിൽ പിണറായി സർക്കാരിനെതിരെ സതീശൻ നടത്തിയ പോരാട്ടങ്ങൾ കേരളം ഒരിക്കലും മറക്കില്ല. സർക്കാരിൻ്റെ ഓരോ പദ്ധതിയും കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പലപ്പോഴായി ചോദ്യം ചെയ്തു. സഭയ്ക്കകത്തും പുറത്തും കൃത്യമായി പഠിച്ചു സംസാരിക്കുന്ന സതീശൻ വിവരങ്ങൾ വിരത്തുമ്പിൽ വെച്ചുകൊണ്ടാണ് ഭരണപക്ഷത്തെ അന്ന് നേരിട്ടത്. ഇത് യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യം നൽകി. മാത്രമല്ല, വർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാടായിരുന്നു ശ്രീ വി.ഡി. സതീശൻ സ്വീകരിച്ചത്. വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള സമുദായ നേതാക്കളുടെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴും മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ചയില്ല എന്ന ഉറച്ച നിലപാട് അദ്ദേഹം എടുത്തു. ഇത് നിഷ്പക്ഷ വോട്ടർമാരെ UDF-ലേക്ക് അടുപ്പിച്ചു. വർഗീയതയോട് വിട്ടുവീഴ്ചയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു നേതാവ്. പലരും വോട്ട് ബാങ്ക് പേടിച്ച് മൗനം പാലിക്കുമ്പോൾ ശ്രീ വി.ഡി. സതീശൻ ശക്തമായി കൊണ്ട് അദ്ദേഹം തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, കേരളത്തിൽ ഈ അടുത്ത കാലത്തായി വലിയ രീതിയിൽ വിവാദമായി മാറിയ നാർക്കോട്ടിക് ജിഹാദ് വിവാദം. കേരളം 2 തട്ടിലായി വിഭജിക്കപ്പെടുമായിരുന്ന ഒരു സാഹചര്യം. അതിനെതിരെ ശ്രീ വി.ഡി. സതീശൻ കൃത്യമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബിഷപ്പിൻ്റെ പ്രസ്താവനയെ വർഗീയ ശക്തികൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് അദ്ദേഹം തുറന്നുകാട്ടി. മതമേലധ്യക്ഷന്മാരെ ആദരിക്കുമ്പോൾ തന്നെ അവർ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന പ്രസ്താവനകൾ നടത്തിയാൽ തിരുത്താൻ താൻ മടിക്കില്ല എന്ന് അദ്ദേഹം പ്രവർത്തിച്ചു കാണിച്ചു. ഇത് കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. വർഗീയ ശക്തികൾ കേരളത്തിൻ്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്രയുടെ സമാപന വേദിയിൽ ഇത്തരം വർഗീയ ശക്തികളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചതെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറി. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ഒരു വശത്ത് പറഞ്ഞുകൊണ്ട് മറ്റൊരു വശത്ത് വിദ്വേഷ പ്രസംഗം നടത്തുന്നവരെ നമ്മൾ പൊന്നാടയിട്ട് സ്വീകരിക്കരുത്. നമ്മൾ കാറി കയറ്റിയാലൊന്നും കുഴപ്പമില്ല, പക്ഷെ കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം. വോട്ട് നഷ്ടപ്പെട്ടാൽ വോട്ട് പോകട്ടെ എന്ന് വിചാരിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തെരഞ്ഞെടുപ്പിൽ തോറ്റു പോകട്ടെ എന്ന് വിചാരിക്കണം. മതേതരത്വത്തിൽ തൊട്ട് കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത് വാക്കു പറഞ്ഞാൽ വാക്കായി അതിന്റെ കൂടെ നിൽക്കണം. ഇരട്ടത്താപ്പ് പാടില്ല, കാപട്യം പാടില്ല. ഇതുപോലെ വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന നേതാക്കളാണ് നമുക്ക് ആവശ്യം. അത്തരത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഏറ്റവും യോഗ്യനായ ആ മനുഷ്യനെയാണ് ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. കഷ്ടപ്പെട്ടത് മുഴുവനും അദ്ദേഹമാണ്. അതുകൊണ്ട് പട നയിച്ചവൻ തന്നെ കേരളം നയിക്കട്ടെ.